ഇന്ന് പച്ചക്കപ്പ കൊണ്ടുള്ള നല്ല സോഫ്റ്റ് പുട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഉണക്കക്കപ്പ വെച്ചിട്ടൊക്കെ പുട്ടുണ്ടാക്കാറുണ്ടല്ലേ, പക്ഷെ അതേപോലെ തന്നെ അതിലും ഒരു പൊടി ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് പച്ചക്കപ്പ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിന് മുൻപ് ഞാൻ പച്ചക്കപ്പ മാത്രം വെച്ചിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഈ ഒരു സൈസിലുള്ള കപ്പ നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 to 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് അവിടെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോൾ കപ്പയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം കട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അങ്ങനെ വരുന്ന ടൈമിൽ നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, കപ്പയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കൈ വെച്ചൊന്ന് ഉതിർത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതായത് അരിപ്പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുഴച്ചിട്ട് എത്ര കപ്പയിലത്തെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാലും അതിലൊരു ചെറിയൊരു വെള്ളം നനവ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പുട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്താൻ ആവശ്യത്തിന് ഉള്ള അരിപ്പൊടി, അതായത് 3 to 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 1/4 കപ്പോളം അരിപ്പൊടി മതിയാവും ഈ ഒരു അളവിൽ കപ്പ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 1/4 കപ്പ് കറക്റ്റായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ഒന്ന് പുട്ട് നനച്ചെടുക്കുന്ന പോലെ ആ ഒരു കപ്പയിൽ തന്നെ ഉള്ള ഈർപ്പം വെച്ചിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത് കേട്ടോ. അതായത് അതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ അതൊരു ഷേപ്പായിട്ട് വരണം. അതേപോലെ തന്നെ നമുക്കത് ഉതിർത്തിയിടാനും പറ്റണം. അതാണ് പുട്ടിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പുട്ടും കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കപ്പയുടെ ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഏതൊരു സൈസിലുള്ള കഷ്ണം വേണമെങ്കിൽ ആക്കാം കേട്ടോ. അതിനനുസരിച്ച് നാളികേരം ഇടയിൽ ലെയർ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഈ രീതിയിൽ ഞാൻ പുട്ടും കുറ്റിയിൽ നാളികേരം പുട്ടിൻ്റെ ആ ഒരു മിക്സും ഓൾട്ടർനേറ്റീവായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പുട്ടും കുടത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലോട്ട് ഈ പുട്ടും കുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് പെട്ടെന്ന് തന്നെ ആവും. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ന് ആവി വരും. എന്നിട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാം. ചൂടോട് കൂടി തന്നെ നമുക്കൊരു വാഴൻ്റെ ഇലയിലോട്ട് കുത്തിയിടാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കപ്പ വെച്ചിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പുട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ തന്നെ ആവശ്യമില്ല. ആ പുട്ടിൻ്റെ ആ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും ഒക്കെ ഉണ്ടാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കടലക്കറിയോ എന്ത് വേണമെങ്കിൽ ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. കറിയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.